Hello, good morning. Next topic is objectives of industrial estates. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ആണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അതിനു മുൻപ് എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈസ് എ പ്ലാൻഡ് ക്ലസ്റ്ററിങ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിങ് ആണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാൻഡ് ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആസൂത്രിതമായ കൂട്ടായ്മ. അപ്പോൾ ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു ആസൂത്രിത കൂട്ടായ്മയാണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പർട്ടിക്കുലർ പ്ലേസാണ്. പ്രൈവറ്റ് സെക്ടറിലാകട്ടെ, ഗവൺമെൻറ് സെക്ടറിലാകട്ടെ, ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒത്തിരി തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പ്രൊവൈഡ് കോമൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. കോമൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കൺസ്ട്രക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിനേക്ക് ആവശ്യമായിട്ടുള്ള റോഡ് ഫെസിലിറ്റി വേണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം, അതുപോലെ തന്നെ ബാക്കിയുള്ള വാട്ടർ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇത്തരത്തിലുള്ള ഒത്തിരി കോമൺ ആയിട്ട് നമുക്ക് വേണ്ട കുറേ ഫെസിലിറ്റികളുണ്ട് ഒരു പുതിയ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോൾ. മിക്കവാറും ചെറുകിട വ്യവസായങ്ങളെല്ലാം ആരംഭിക്കുന്നത് ബാക്ക്വേർഡ് ഏരിയയിലായിരിക്കും, റിമോട്ട് ഏരിയയിലായിരിക്കും. അത്തരത്തിലുള്ള റിമോട്ട് ഏരിയയിൽ നമ്മളൊരു ചെറുകിട വ്യവസായം, ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അങ്ങോട്ട് ആവശ്യമായിട്ടുള്ള റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങോട്ടുള്ള ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി, വാട്ടർ ഫെസിലിറ്റി, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ഒരു പുതിയ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ചെറുകിട വ്യവസായം തുടങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ, നമ്മൾ പുതിയൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ള ആശയം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റികളും, ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ, വലിയ ഫോർമാലിറ്റികളില്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മുടക്കേണ്ട വലിയ മുതൽ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിങ്, ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ടു ദ എൻ്റർപ്രണേഴ്സ്. പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ഒഴുക്കേണ്ട എല്ലാ കാര്യങ്ങളും, ബിൽഡിംഗ് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, വാട്ടർ ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി, ഇത്തരത്തിലുള്ള എല്ലാ കോമൺ ഫെസിലിറ്റികളും, ഇത്തരത്തിലുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ട് എവിടെ അവൈലബിൾ ആയിരിക്കും? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയും അക്കോമഡേഷൻ ഫെസിലിറ്റിയും
ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സംരംഭകർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ്, ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ദ കൺട്രി. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ പാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വലിയ തോതിലുള്ള റോളുണ്ട്. കാരണം ഇറ്റ് പ്രൊവൈഡ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒത്തിരി തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ള പ്രോബ്ലം പരിഹരിക്കുന്നതിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വളരെ വലിയ ഒരു റോളാണ് വഹിക്കുന്നത്. അത്തരത്തിൽ ഒരു രാജ്യത്തിനകത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റ്. ദെൻ തേർഡ്, ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയ. മറ്റൊരു ഒബ്ജക്റ്റ് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയ. മിക്കവാറും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം തുടങ്ങുന്നത് റൂറൽ ഏരിയാസിലായിരിക്കും, അതല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിലായിരിക്കും. അത്തരത്തിൽ റൂറൽ ഏരിയകളിലും ബാക്ക്വേർഡ് ഏരിയകളിലും പുതിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ആര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബാക്ക്വേർഡ് ഏരിയയിൽ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം വരുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നു, അവിടെയുള്ള ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരുന്നു, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരും. ആ രീതിയിൽ ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിൽ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തേർഡ്, ടു എൻകറേജ് ആൻസിലറേഷൻ ഇൻ സറൗണ്ടിങ്സ് ഓഫ് മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ സറൗണ്ടിങ്സിൽ ആക്സിലറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ യൂണിറ്റുകൾക്ക് സഹായം നൽകുന്ന ചെറിയ യൂണിറ്റുകളെയാണ് ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സഹായിക്കുന്ന യൂണിറ്റുകൾ എൻകറേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ഒരു ചെറുകിട വ്യവസായമാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു സ്പെയർ പാർട്സാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ആ സ്പെയർ പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മെയിൻ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബൈക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ ഇപ്പോൾ ഒരു ആക്സിലറേറ്റർ കേബിൾ, അതല്ലെങ്കിൽ ബ്രേക്ക് കേബിൾ, ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ബ്രേക്ക് കേബിൾ അല്ലെങ്കിൽ ആക്സിലറേറ്ററിൻ്റെ കേബിളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് മുഖേന ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഉണ്ടാക്കുന്ന നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ടാക്കുന്ന പർട്ടിക്കുലർ പാർട്സ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക് കേബിൾ, ഈ കേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മെയിൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആയിട്ടുള്ള ബൈക്ക് നിർമ്മിക്കുന്ന മാനുഫാക്ചറിങ് നടത്തുന്ന മെയിൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മെയിൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട്, അതിനോടനുബന്ധമായി നിൽക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റും ഉണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന പർട്ടിക്കുലർ പാർട്സ് ആണ് എന്ത് ചെയ്യുന്നത്, മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെ സഹായിക്കുന്ന അനുബന്ധ യൂണിറ്റുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ടു എൻകറേജ് ആൻസിലറേഷൻ ഇൻ സറൗണ്ടിങ്സ് ഓഫ് മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അപ്പോൾ മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റും ആൻസിലറേറ്റിംഗ് യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ആൻസിലറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ യൂണിറ്റിനെ സഹായിക്കുന്ന ചെറുകിട ബിസിനസ് യൂണിറ്റാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്നും കൂടെ ഓർക്കുക. ബൈക്ക് മാനുഫാക്ചറിങ് നടത്തുന്ന മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള പർട്ടിക്കുലർ പാർട്സ് നിർമ്മിക്കുന്നത് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റാണ്. അപ്പോൾ നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക് കേബിളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്ന ബൈക്ക് മാനുഫാക്ചറിങ് യൂണിറ്റിന് നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ പർട്ടിക്കുലർ പാർട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ബൈക്ക് നിർമ്മാണം നടത്തുന്നത്.
അപ്പോൾ ആ രീതിയിൽ മെയിൻ യൂണിറ്റിനെ സഹായിക്കുന്ന അനുബന്ധ യൂണിറ്റിനെയാണ് ആൻസിലറേറ്റിംഗ് യൂണിറ്റ്. അത്തരത്തിലുള്ള ആൻസിലറേറ്റിംഗ് യൂണിറ്റുകളുടെ ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ടു എൻകറേജ് ആൻസിലറേഷൻ ഇൻ സറൗണ്ടിങ്സ് ഓഫ് മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. നെക്സ്റ്റ്, ടു ഡെവലപ്പ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ക്രിയേറ്റിംഗ് എ സ്യൂട്ടബിൾ ക്ലൈമറ്റ് ടു റൺ ദ ഇൻഡസ്ട്രീസ് ഇൻ ദിസ് എസ്റ്റേറ്റ്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് നടത്തിക്കൊണ്ട് പോകാനുമുള്ള സ്യൂട്ടബിൾ ക്ലൈമറ്റ് ഇൻഡസ്ട്രിയൽ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് പുതിയ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരാൻ സഹായിക്കും. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? എൻ്റർപ്രണർ ഇസ് എ പേഴ്സൺ ഹൂ സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ ബിസിനസ് യൂണിറ്റ്. ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻ്റർപ്രണർ, സംരംഭകൻ. ഓക്കെ, സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് എ പേഴ്സൺ ഹൂ സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി അത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയെയാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന ആ ഒരു പ്രക്രിയയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള മാറ്റം മനസ്സിലായല്ലോ. എൻ്റർപ്രണർ ഈസ് എ പേഴ്സൺ, എൻ്റർപ്രണർഷിപ്പ് ഈസ് എ പ്രോസസ്സ്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണോ? അല്ല. നമുക്കൊരു പുതിയ ഐഡിയ കണ്ടെത്തണം, ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം, അല്ലേ? എൻവയോൺമെൻറ്റൽ സ്റ്റഡി നടത്തണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കണം, അല്ലേ? പബ്ലിക് ആക്സെപ്റ്റൻസ് നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എൻ്റർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടാക്കുന്നു. ആ ക്ലൈമറ്റ് ഉണ്ടാക്കുമ്പം പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഒന്നാമത് പറയുന്നത് കോമൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സഹായിക്കും. മറ്റൊന്ന് ചെറുകിട വ്യവസായങ്ങളുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. മറ്റൊന്ന് റൂറൽ ഏരിയയിലും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഏരിയയിലും പുതിയ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ആൻസിലറേറ്റിംഗ് യൂണിറ്റുകളുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. മറ്റൊന്ന് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകത്വ വികസനമാണ്. ഓക്കെ, അപ്പോൾ സംരംഭകത്വ വികസനം നമ്മളൊക്കെ ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ സംരംഭം തുടങ്ങിയാൽ വിജയിക്കുമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് സ്വയം തോന്നൂലേ? അതിനെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളുടെ ടോട്ടലിനെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ MIC കോളേജിൽ പഠിക്കുന്നു, നമുക്ക് തോന്നുവാണ് MIC കോളേജിനകത്ത് നല്ലൊരു ക്യാൻറ്റീൻ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് തോന്നുവാണ് നമുക്ക് MIC കോളേജിനകത്ത് നല്ലൊരു ക്യാൻറ്റീൻ ഇല്ല, അതുകൊണ്ട് നമുക്കൊരു പുതിയ ക്യാൻറ്റീൻ ഇതിനകത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും. അപ്പോൾ ഇതൊരു പുതിയ ഐഡിയ ആണ്. അങ്ങനെ ഒരു പുതിയ ഐഡിയ നമ്മുടെ മനസ്സിൽ വരുന്നു. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണോ ആ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ടോട്ടൽ, അതിൻ്റെ എല്ലാം കൂടെയുള്ള ടോട്ടലാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാമെന്നുള്ളൊരാശയം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരും എന്നുള്ളതാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സുകളുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ടൈപ്പ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.